ഒരു പെൺകുട്ടിയെ കുറെ ഡോഗ്സ് ചേർന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരുപാട് ഡോഗ്സ് പോയിട്ട് നാട്ടിലുണ്ടാകാറുണ്ടെന്നുണ്ടെങ്കിലും ഇത് അല്പം ഡിഫറൻ്റ് ആണ്. ശ്രദ്ധിച്ചു നോക്കുക, ഡോഗ്സ് പല വിധത്തിൽ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഡിഫെൻസീവായിട്ട് അറ്റാക്ക് ചെയ്യാം, പേടിച്ച് ഇപ്പോൾ ആരെങ്കിലും പേടിച്ച് പെട്ടെന്നൊന്ന് കടിച്ച് രക്ഷപ്പെട്ടിട്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട്. അതല്ലാതെ ഒരു ടെറിട്ടറിയിലേക്ക് ആരെങ്കിലും കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ അവർ അത് ആ ഒരു ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കടിച്ചോട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് വന്നിട്ട് ഒരു ഹണ്ടിങ് മോഡലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പെൺകുട്ടി യാതൊരു വിധത്തിലും ഈ ഡോഗ്സിനെ പ്രൊവോക്ക് ചെയ്യുന്നില്ല. ഒരു ഫോണിൽ സംസാരിച്ച് റോഡിന്റെ സൈഡിൽ കൂടെ പതുക്കെ വളരെ സ്ലോയിൽ നടന്നു പോവുകയാണ്. ഡോഗ്സ് ബാക്കിലുള്ള കാര്യം പോലും ആദ്യം അറിയുന്നില്ലായിരുന്നു. പിന്നെ കുറെ കേട്ടിട്ടായിരിക്കും തിരിഞ്ഞു നോക്കുകയും തിരിഞ്ഞു നോക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ ബാക്കിലോട്ട് ഒരു 2 സ്റ്റെപ്പ് വയ്ക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് 2 സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഡോഗ്സ് അവരുടെ നോട്ടം മാറ്റുകയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഓടി വന്നതാകാനാണ് ചാൻസ് കൂടുതലെന്ന് പറയുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഗ്യാങ്ങിന് ഒരു ലീഡർ ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ലീഡർ തന്നെയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ വരുന്നു. ചിലർ ബാക്കിൽ മാറി നിന്നിട്ട് പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണ്ടിങ് മോഡലാണ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡോഗ്സിന്റെ നമ്പർ വളരെ കൂടി വരികയും ചില ഡോഗ്സിനൊക്കെ ഫുഡ് കിട്ടാതെ വരികയും ചെയ്യുമ്പോഴത്തേന് ഒരു കൊച്ചു കൊച്ചു ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പം മുയലോ അല്ലെന്നുണ്ടെങ്കിൽ കോഴിയോ അങ്ങനെയുള്ളതിനെയൊക്കെ കടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. മനുഷ്യന്റെ നേരെയും ഈ പറഞ്ഞ ഏരിയയ്ക്ക് അടുത്തായിട്ടൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ 5 ഡോഗ്സ് ചേർന്ന് കടിച്ചുകൊണ്ട് പോയി കൊന്ന ഒരു ഇൻസിഡന്റും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഏരിയയിലുള്ള പഞ്ചായത്തോ അല്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ ആയിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അവര് നാട്ടുകാർക്ക് ബോധവൽക്കരണം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് വിടരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രത്തോളം അവിടുത്തെ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാനായിട്ടുള്ള കാരണം ഡോഗിന്റെ വിശപ്പ് തന്നെ ആയിരിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് ഒക്കെ ഒരുപാട് എല്ലാ ഹോട്ടലുകളിൽ നിന്നും പുറം തള്ളുന്നുണ്ടായിരിക്കാം. ആ ഫുഡ് വേസ്റ്റ് ഡോഗ്സ് ഈക്വൽ ആയിട്ടല്ല ഒരിക്കലും വീതിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. പല പല ഗ്യാങ്ങുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഹോട്ടലിനോട് ചേർന്ന് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്യാങ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആ ഹോട്ടലിന് അടുത്തുള്ള ഏരിയ കൈയടക്കി വെക്കുകയും ആ ഏരിയയിലോട്ട് മറ്റ് ഡോഗ്സിന്റെ ഗ്യാങ് വരാതിരിക്കാനായിട്ട് അവർ നോക്കുകയും ചെയ്യും. ഫുഡ് അധികം വരുവാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ വേറെ ഡോഗ്സിനെ ഈ ടെറിട്ടറിയിലോട്ട് അടുപ്പിക്കാനായിട്ട് ചാൻസ് ഇല്ല. ഇതിപ്പോ അവർക്ക് ആ ഹണ്ടിങ് നേച്ചർ ഉള്ള ഒരു പാക്ക് ലീഡർ ആണ് ഇവരെ നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹണ്ട് ചെയ്ത് തന്നെ ശീലിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഗ്യാങ്ങുകളെ കണ്ടെത്തുകയും അവരെ ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഡോഗിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കാം. എല്ലാവർക്കും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി പ്രത്യേകിച്ച് ഡോഗ്സിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതിനെ കടി കെട്ടിയത്. അപ്പൊ എന്ത് പറഞ്ഞാണ് ഇത് ന്യായീകരിക്കാനായിട്ട് പോകുന്നത്? ന്യായീകരിക്കാനായിട്ടൊന്നുമില്ല. ആ നാട്ടില് ഈ ഡോഗ്സിന്റെ വന്ധ്യംകരണം പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ മുടങ്ങിക്കിടക്കുന്നു. ഡോഗ്സിനെ കൃത്യമായിട്ട് ഷെൽട്ടർ ചെയ്യുന്നില്ല. അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻസിഡൻസ് ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 12 വയസ്സുള്ള കുട്ടി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പേരൻസിന് മാത്രമാണ് നഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ വാർത്ത വായിക്കുന്നവർക്കോ ന്യൂസിൽ കണ്ടുപോകുന്നവർക്കോ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു വികാരത്തിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടില് 60-ന് മേലെ ഡോഗ്സിനെ വളർത്തുന്നത്, 140-ന് മേലെ ഡോഗ്സിനെ വളർത്തുന്നതൊക്കെ. അവിടെ മതിലിടിച്ചിട്ട് ആ ഡോഗ്സിനെ എല്ലാം പുറത്തോട്ട് ഇറക്കാനായിട്ടാണ് അവിടെ ശ്രമിച്ചത് എന്ന് പറയുന്നത്. പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ എന്തോ ചെയ്യും എന്നുള്ള പ്ലാൻ ഇല്ലാതാണ് അവിടെ മതിലിടിച്ചതെന്നുള്ളത് ആലോചിക്കണം. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പ്ലാൻ ആ ഗവൺമെന്റിന് വേണ്ടേ? അതായത് ഇത്രയും ഡോഗ്സ് ഒരു വീട്ടിൽ വസിക്കുന്നു, നാട്ടുകാർക്ക് അത് പരാതിയാണ്, സൗണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഡോഗ്സിനെ ഏറ്റെടുക്കാനും ഷെൽട്ടർ ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മതിൽ പൊളിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടെ പുറത്തോട്ടിറങ്ങി വരികയും ചിലപ്പോൾ നാട്ടുകാർക്ക് അതൊരു പ്രശ്നമാവുകയും കൂടുതലാവാത്തതല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലാക്കാതെ ഇങ്ങനെ മതിലൊക്കെ പൊളിക്കുമ്പോൾ ചിലപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ തന്നെ പൊളിച്ചതെന്നൊക്കെ ന്യൂസിനകത്ത് കണ്ടു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാ. ചിലപ്പോൾ ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഒരു ഷെൽട്ടർ ഹോം പോലെ നടത്തുന്നതായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടൊരു സ്ഥലം അവർക്ക് ഒരുക്കി കൊടുത്ത് അതിനൊരു ഷെൽട്ടർ അവർക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയല്ലേ വേണ്ടത്. ഒരു കാര്യം മാത്രമേ നെഗറ്റീവായിട്ട് കണ്ടുള്ളൂ. ഇവർ പരിശോധിക്കാനായിട്ട് ചെന്നപ്പോൾ പരിശോധിക്കാൻ തയ്യാറല്ല എന്നുള്ള വിധത്തിൽ തടഞ്ഞു നിർത്തി എന്നൊക്കെ ന്യൂസിനകത്ത് കണ്ടു. അത് എന്തുകൊണ്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഒരു വീട്ടിലും അകത്തോട്ട് കയറ്റാത്ത വിധത്തിൽ, അതായത് ഇപ്പോൾ ഒരു പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരോ പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരോ വന്നിട്ട് ഒരു സ്ഥലം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊക്കെ അത് അനുവദിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും അവിടെ തള്ളി കയറിയിട്ട് ഈ മതിൽ പൊളിച്ചു കളയുക, ഡോഗ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുക, ഓട്ടിച്ചു വിടാൻ നോക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ ഇവരെല്ലാവരും നാട്ടിലോട്ട് ഇറങ്ങത്തതേ ഉള്ളൂ. നാട്ടിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം അതിൽ കൂടുതലായിട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് എന്തോ മാർഗം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വന്ധ്യംകരണ ശസ്ത്രക്രിയയൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ ഇതൊരു 10 വർഷം കഴിയുമ്പോഴെങ്കിലും ഓക്കെ ആയിട്ട് വരത്തുള്ളൂ.